വെറുതെ ഇരുന്നപ്പോ നേരെ വിചാരിച്ച അമ്മയും കൊണ്ട് ഒരു വീട്ടിലെ ഊണ് കഴിക്കാൻ പോകും. ആദ്യം തന്നെ ആദ്യം തന്നെ തൊടുകുറിയായിട്ട് വെച്ച് നല്ല ക്യാരറ്റ് അച്ചാറായിരുന്നു. അത് കഴിഞ്ഞിട്ട് പയർ തോരൻ വന്നായിരുന്നു, പിന്നെ നല്ല മരിച്ചീനി, പിന്നെ നമ്മളെ ബീറ്റ്റൂട്ട് കിച്ചടി ഉണ്ടായിരുന്നു. വേറെ കാര്യം എന്ന് വെച്ചാൽ ക്യാരറ്റ് അച്ചാർ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, പക്ഷേ ഇത് ഉപ്പിലിട്ട് വെച്ചാണ് കഴിച്ചിട്ടുണ്ട്. അച്ചാറിന്റെ റെസിപ്പി മാമിയുടെ ചോദിക്കാൻ വേണ്ടിയിരുന്നു, പക്ഷെ അത് മറന്നു. അത് കഴിഞ്ഞിട്ട് നല്ല ചോറ് ഇട്ടാ, ഒരു തവിയല്ല ഞാൻ 2 തവി ചോറ് മേടിച്ച്, പിന്നെ പരിപ്പ് ഉണ്ട് കേട്ടോ. പരിപ്പ് ഒഴിച്ചതിന് ശേഷം ഞാൻ അവിടുത്തെ മീൻകറി കണ്ടപ്പോൾ കളർ കൊള്ളാം, അങ്ങനെ മീൻകറിയും അങ്ങനെ പരിപ്പ് ഒഴിച്ച് മീൻകറി ഒഴിച്ച്, പിന്നെ ഞാൻ ചിക്കൻ കറിയും മേടിച്ചിട്ട്. അപ്പൊ ഇവിടുത്തെ പരിപാടി എന്ന് വെച്ചാൽ ഊണും ചിക്കൻ കറി കൂടെ 100, ഊണും ബീഫും കൂടെ 100, അങ്ങനെ പരിപാടി ഉണ്ട്. അതായത് 3 കഷ്ണം ഉണ്ടായിരുന്നു. കഷ്ണം സൂപ്പർ ആയിരുന്നു. വേറെ കാര്യം എന്ന് വെച്ചാൽ പപ്പടവും ചിക്കൻ കറിയും പരിപ്പും കൂടെ ഒരു ഇളക്കിളക്കി ഒരു പിടി പിടിച്ചിട്ട് സത്യം പറഞ്ഞാൽ കിടിലായിട്ട് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ വീട്ടിലെ വേറെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ക്യാരറ്റ് അച്ചാർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇനി ചിലപ്പോൾ അറിയാമേ നമ്മൾ ആദ്യമായിട്ട് ക്യാരറ്റ് അച്ചാർ കഴിക്കുന്നുണ്ടായിരിക്കും നമുക്ക് ആ ഒരു ടേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഈ മരിച്ചീനും ചിക്കനോട് ഒരു വീഡിയോ ഉണ്ട്. മരിച്ചീനും ചിക്കൻ ആ ഒരു കോമ്പിനേഷൻ എന്ന് വെച്ചാൽ സെറ്റ് ഒരു സാധനം കേട്ടോ. നമ്മളെ വീട്ടിൽ വെച്ചാലും ശരി, ഒരു കടയിൽ പോയി കഴിച്ചാലും ശരി. അത് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ഒരു അച്ചാറും കൂട്ടി ഒരു പിടി പിടിച്ച്, അച്ചാറും കൂട്ടിയും പിടിച്ച സെറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചോറ് മേടിച്ച്, അതിൽ കുറച്ച് പുളിശ്ശേരി ഒഴിച്ച്, പിന്നെ കുറച്ച് സാമ്പാർ ഒഴിച്ച് ഒരു പിടി അങ്ങ് പിടിച്ചിട്ട്. എങ്കിലും എനിക്ക് ക്യാരറ്റ് അച്ചാറും ആ കപ്പയും ചിക്കൻ കറിയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും ഊണ് കിടക്കി വീട്ടിലെ ഊണ്. അപ്പൊ നമ്മൾ ഈ സ്പോട്ട് വരുന്നത് വാളക്കാടാണ്. അപ്പൊ വലിയ കടയൊന്നുമില്ല, ചെറിയൊരു കടയാണ്. അപ്പൊ നമുക്ക് മനസ്സറിഞ്ഞ് കഴിക്കാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.